ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. മക്കളെ, നമുക്കിന്ന് നന്നായി ഭക്തിയായിട്ട് ഭജിക്കാം. ഒരു ഭജന എല്ലാ മക്കളും നന്നായി ഭജിക്കണം. എന്തിനാ? ഈശ്വരകൃപ വേണം. എല്ലാ മക്കൾക്കും ഈശ്വരകൃപ വേണം. ഭക്തി കൂടുന്തോറും ഭഗവാന്റെ കൃപ വന്നുകൊണ്ടിരിക്കും. നമുക്ക് അങ്ങനെ ആത്മാർത്ഥമായി ഭഗവാനെ സ്തുതിക്കാം. ആദ്യമേ നമുക്ക് ഗണപതി ഭഗവാനെ കൊണ്ട് ഞാൻ തന്നെ ഇത് ഇപ്പം തന്നെ എഴുതിയൊരു നാമമാണ്. എന്തെങ്കിലും ഇടണ്ടേ? അതിനുവേണ്ടി ഗണപതി ഭഗവാനെ തോന്നിയ നാമങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ചിലത് അത് പണ്ട് എഴുതിയ നാമം. ഇപ്പം ഞാൻ വെച്ച് ഗണപതി നമുക്ക് ഒന്നും ഇങ്ങോട്ട് ആഗ്രഹിക്കല്ലോ. അതായത് ഗണേശ്വര മഹാപ്രഭു ആദിദേവ വന്ദിത, എല്ലാ ദേവന്മാരിലും ആദ്യമേ വന്ദിക്കുന്ന ഭഗവാനാണ് ഗണപതി ഭഗവാൻ. ദയാപര കൃപാകര, അങ്ങനെ ദയോടുകൂടിയ കൃപയോടുകൂടിയ ഭഗവാനെ ഭജാമ്യഹം. അഹം ഞാൻ ഭജിക്കുന്നു, അഹം ഞാൻ നമിക്കുന്നു. അതാ ഭജാമ്യഹം നമാമ്യഹം. ഞാൻ നമിക്കുന്നു, അല്ലെങ്കിൽ ഭജിക്കുന്നു, നമിക്കുന്നു. ഇങ്ങനെയുള്ളൊരു നാമം. എന്നിട്ടോ സകല വിഘ്നങ്ങളും നശിപ്പിക്കുന്നു. നമുക്ക് എന്താണ് നമ്മളെ തടസ്സങ്ങൾ അതെല്ലാം മാറ്റുന്ന ഭഗവാൻ. എന്നിട്ടോ ആദ്യ പൂജ്യ വന്ദിതൻ, സർവ്വദേവന്മാരിൽ വെച്ച് ആദ്യമേ പൂജിക്കുന്ന വന്ദിതനായ ഭഗവാൻ, പരമ പുണ്യ പാവനനായിരുന്ന ഈശ്വരൻ. അങ്ങനെയുള്ള ഭഗവാനെ ഭജാമ്യഹം നമാമ്യഹം. പിന്നെ ഗജാനന മഹാപ്രഭു, ഗജത്തിൻ്റെ ആനയുടെ മുഖമുള്ള ഭഗവാനെ ഭക്തേശ്വര, ഭക്തന്മാരുടെ ഈശ്വര, മംഗളപ്രദായവശാൽ കല്യാണ സ്വരൂപനാണ്. സർവർക്കും മംഗളം നൽകുന്ന ഭഗവാൻ, സർവപാപനാശ, സർവപാപത്തെ നശിപ്പിക്കുന്ന ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാനെ ഭജാമ്യഹം നമാമ്യഹം, ഭജിക്കുന്നു, ഞാൻ നമിക്കുന്നു. ദുഃഖദുരിതനാശന, ദുഃഖത്തിൻ്റെ ദുരിതങ്ങളെല്ലാം നശിപ്പിക്കുന്ന ഭഗവാനെ പരമഭക്ത രക്ഷക, പരമഭക്തന്മാർ അത്രത്തോളം പരമാത്മാവിനെ അത്രത്തോളം ആരാധിക്കുന്ന ആ ഭക്തന്മാരെ രക്ഷിക്കുന്ന ഭഗവാനെ പാലയ, പാലിക്കുന്നവനെ കൃപാകര, അങ്ങനെയുള്ള കൃപയോടുകൂടിയ ഭഗവാനെ ഭജാമ്യഹം നമാമ്യഹം, ഭജിക്കുന്നു, നമിക്കുന്നു, നമസ്കരിക്കുന്നു. ഇതാണ് നാമം. നമുക്ക് ഇത് അങ്ങനെ തന്നെ നമ്മൾ ശ്രദ്ധാപൂർവ്വം, അല്ല നമുക്ക് അത് വേണം ഇത് വേണം എന്നുള്ള പ്രാർത്ഥന അല്ല. ഈശ്വരൻ്റെ ഗുണഗണങ്ങൾ വർണ്ണിക്കുക, വാഴ്ത്തുക, സ്തുതിക്കുക. അതാണ് ഒരു ഭക്തന് വേണ്ടത്. ഈശ്വരൻ മറ്റു കാര്യങ്ങളെല്ലാം ഈശ്വരൻ്റെ കയ്യിലാണ്. നമ്മളെ നോക്കുന്ന പരിപാലിക്കുന്ന പാലയ കൃപാകര, ഭഗവാൻ കൃപാകരനും പാലയ രക്ഷിതനുമാണ്. പിന്നെ നമ്മൾ ചോദിക്കണോ? നമ്മുടെ പരമാത്മാവായ ഈശ്വരനോട് നമ്മൾ എന്തെങ്കിലും ചോദിക്കണോ? അതുകൊണ്ട് നമുക്ക് ഒന്നും ഇങ്ങോട്ട് ചോദിക്കേണ്ട, എല്ലാം അങ്ങ് അവിടുന്ന് നമ്മളെ രക്ഷിച്ചുകൊള്ളും, തന്നുകൊള്ളും. വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവിടത്തേക്ക് അറിയാമെങ്കിൽ നമുക്കൊന്നും അറിയത്തില്ലല്ലോ. നമുക്ക് നാളെ എന്താ ഇപ്പോഴെന്താന്ന് ഒരു ചിന്തയും നമുക്ക് അറിയത്തില്ലല്ലോ. നമ്മൾ വിചാരിക്കണക്കല്ലല്ലോ ലോകം നടക്കുന്നത്. അതുകൊണ്ട് എല്ലാം ഭഗവാന്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇപ്പം തന്നെ എഴുതിയോണ്ട് ഒരു ടൂണൊന്നുമില്ല, എനിക്ക് അത്രയ്ക്കുള്ള പരിചയമായില്ല. ഞാൻ വെറുതെ ഒന്ന് എഴുതിയെടുത്തതാണ്. ചൊല്ലട്ടെ. ഗണേശ്വര മഹാപ്രഭോ ആദിദേവ വന്ദിത ദയാപര കൃപാകര ഭജാമ്യഹം നമാമ്യഹം. ഗണേശ്വര മഹാപ്രഭോ ആദിദേവ വന്ദിത ദയാപര കൃപാകര ഭജാമ്യഹം നമാമ്യഹം. ഗണേശ്വര മഹാപ്രഭോ ആദിദേവ വന്ദിത ദയാപര കൃപാകര ഭജാമ്യഹം നമാമ്യഹം. സകല വിഘ്നനാശന ആദിപൂജ്യ വന്ദിത പരമ പുണ്യപാവന ഭജാമ്യഹം നമാമ്യഹം. സകല വിഘ്നനാശന ആദിപൂജ്യ വന്ദിത പരമ പുണ്യപാവന ഭജാമ്യഹം നമാമ്യഹം. ഗജാനന മഹാപ്രഭോ മംഗളപ്രദായക സർവപാപനാശന ഭജാമ്യഹം നമാമ്യഹം. ഗജാനന മഹാപ്രഭോ മംഗളപ്രദായക സർവപാപനാശന ഭജാമ്യഹം നമാമ്യഹം.
ദുഃഖ ദുരിതനാശന പരമഭക്തരക്ഷക പാലയാ കൃപാകര ഭജാമ്യഹം നമാമ്യഹം ദുഃഖ ദുരിതനാശന പരമഭക്തരക്ഷക പാലയാ കൃപാകര ഭജാമ്യഹം നമാമ്യഹം ഗണേശ്വര മഹാപ്രഭോ ആദിദേവ വന്ദിത ദയാപരാ കൃപാകര ഭജാമ്യഹം നമാമ്യഹം ഗണേശ്വര മഹാപ്രഭോ ആദിദേവ വന്ദിത ദയാപരാ കൃപാകര ഭജാമ്യഹം നമാമ്യഹം. ഇനി നമുക്ക് സരസ്വതി ദേവി കൊണ്ട് ഒരു നാമം, അത് അച്ഛൻ എഴുതിയ നാമം കണ്ട് ഞാനത് എപ്പോഴും ഇപ്പോൾ കുറച്ച് നാളുണ്ടാ ചൊല്ലാത്തത്. മറ്റേത് സന്ധ്യാസമയത്ത് ഒരു 45 വയസ്സുള്ള എന്നും ഭജനകൾ മൊത്തവും ദിവസേന നടത്തും. എന്താ അതിൻ്റെ അത് മനസ്സിലാക്കണം. നമ്മൾ എത്രത്തോളം ഭഗവാനെ ഭജിച്ചിരിക്കും. അതാണ് യോഗവും സിദ്ധിയും എന്ന് പറയുന്നത്. എന്താ ഈ യോഗം നമ്മൾ ഭജിച്ച് പരമാത്മാവിൽ യോഗം ചേർച്ച ഭജിച്ച് നമ്മൾ ഭഗവാന് ചേരുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് സിദ്ധി ഉണ്ടാവും. സിദ്ധി എന്താണ്? നമുക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങോട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ തോന്നിക്കും. ഇപ്പം തന്നെ ഈ ഒരു നാമം പെട്ടെന്ന് എനിക്ക് എഴുതണമെന്ന് തോന്നി. കൊച്ചു കാര്യങ്ങളാണെങ്കിൽ പോലും അതെനിക്ക് എന്താ അങ്ങനെ വരുന്നത്? ഈശ്വര ഭഗവാന്റെ ആ ചേർച്ച പരമാത്മാവിൽ ലയിച്ച് ചേർന്നതിൻ്റെ ഫലം കൊണ്ടാണ് ഓരോ നാമങ്ങളൊക്കെ ഇങ്ങനെ തോന്നുമ്പോൾ എഴുതാൻ ഇപ്പം പെട്ടെന്നൊന്ന് തോന്നി, അങ്ങനെ ഒന്ന് എഴുതി. ഇപ്പം എനിക്ക് എൻ്റെ മക്കൾക്ക് തരണമെന്ന് തോന്നി. വലിയ ടൂണൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ഈണം കൊണ്ടങ്ങ് ചൊല്ലാം. ചില പാട്ടുകൾ ചിലപ്പോൾ അത് ഉള്ളിൽ നിന്ന് വരുന്നൊരു ടോണാണ്. അത് നമുക്ക് അന്നേരം തന്നെ മറന്നു പോകും. അത് വന്നപ്പം തന്നെ മനസ്സിലാക്കി എടുക്കണം. ഇതിപ്പം ഞാൻ തന്നെ മക്കൾക്കത് ഭജിക്കാൻ വേണ്ടി പരമാത്മാവായ അതാ ഏക ദൈവമാണ് ഈശ്വരൻ, ലോകപിതാവ്. അദ്ദേഹത്തിൻ്റെ ഓരോരോ നാനാം വിധത്തിൽ ഒരു രൂപമാണ് ഗണപതി ഭഗവാൻ. അങ്ങനെ നോക്കുമ്പോൾ എല്ലാം ഏകമാണ്. ആ ഭഗവാനെ നമ്മൾ സ്തുതിച്ചു. സർവ്വവിഘ്നങ്ങളെയും തടസ്സങ്ങളെയെല്ലാം മാറ്റുന്ന ഭഗവാനാണ്. അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ ഭജിക്കണം, നമിക്കണം, അത് നമസ്കരിക്കുന്നു. നമുക്ക് അമ്മയെ കൊണ്ടത് അച്ഛൻ പണ്ടേ പാടുന്ന നാമമാണ്. അച്ഛൻ എഴുതിയ നാമമാണ്. അത് ചൊല്ലാം. അതെനിക്ക് അത്ര ഈ ബുക്കിലങ്ങും ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ മറന്നുപോയി. എങ്കിലും ഒക്കുന്നത്തോളം ഞാൻ ചൊല്ലാം. നമുക്ക് എന്താ വേണം? എല്ലാ മക്കളും അത് കേൾക്കുക, അത് മനസ്സിലാക്കുക, ആത്മാവിൽ നിറയുക. ശ്രീദേവി നിൻ പദത്താർ കുമ്പിടും നാഹം ശ്രീദേവി നിൻ പദത്താർ കുമ്പിടും നാഹം പങ്കജാക്ഷി വാണി മാതേ പങ്കജാക്ഷി വാണി മാതേ പത്മജാവസേ പങ്കജാക്ഷി വാണി മാതേ പത്മജാവസേ നിൻപെരുമൈ ഭക്തിയോടെ നിൻപെരുമൈ ഭക്തിയോടെ നിത്യവും ഭജിച്ചിടുന്നു നിൻപെരുമൈ ഭക്തിയോടെ നിത്യവും ഭജിച്ചിടുന്നു ശ്രീദേവി നിൻ പദത്താർ കുമ്പിടും നാഹം ഭക്തനാകും ആത്മാരാമൻ ഭക്തനാകും ആത്മാരാമൻ നിത്യവും ഭജിക്കുവാനായി ഭക്തനാകും ആത്മാരാമൻ നിത്യവും ഭജിക്കുവാനായി സത്യമൂർത്തേ നീ കനിഞ്ഞു സത്യമൂർത്തേ നീ കനിഞ്ഞു ഭക്തനെ കടാക്ഷിക്കമ്മ സത്യമൂർത്തേ നീ കനിഞ്ഞു ഭക്തനെ കടാക്ഷിക്കമ്മ ശ്രീദേവി നിൻ പദത്താർ കുമ്പിടും നാഹം മണ്ണിലുള്ള പുണ്യാത്മാക്കൾ മണ്ണിലുള്ള പുണ്യാത്മാക്കൾ നിത്യവും ഭജിച്ചിടുന്നു മണ്ണിലുള്ള പുണ്യാത്മാക്കൾ നിത്യവും ഭജിച്ചിടുന്നു വിണ്ണവരും വാഴ്ത്തിടുന്നു വിണ്ണവരും വാഴ്ത്തിടുന്നു
യോഗി വര്യാർ മുഴുകിടുന്നു വിണ്ണവരും വാഴ്ത്തിടുന്നു യോഗി വര്യാർ മുഴുകിടുന്നു ശ്രീദേവി നിൻ പദതാർ കുമ്പിടുന്നഹം പങ്കജാക്ഷി വാണി മാതേ പങ്കജാക്ഷി വാണി മാതേ പത്മജാവസേ പങ്കജാക്ഷി വാണി മാതേ പത്മജാവസേ നിൻ പെരുമൈ ഭക്തിയോടെ നിൻ പെരുമൈ ഭക്തിയോടെ നിത്യവും ഭജിച്ചിടുന്നു ശ്രീദേവി നിൻ പദതാർ കുമ്പിടുന്നഹം. അത് അമ്മയെ കൊണ്ടാണ്, ദേവിയെ കൊണ്ടാണ്. എന്താ? ഭക്തനാകും ആത്മാരാമൻ നിത്യവും സ്തുതിക്കാൻ വേണ്ടി നമ്മളെല്ലാം ഭക്തന്മാരാണ്. ഈ ഭക്തരായിരിക്കാൻ നമ്മൾ നിത്യവും സ്തുതിക്കാൻ വേണ്ടി സത്യമൂർത്തേ ഭഗവാനെ അങ്ങ് കനിഞ്ഞ്, അമ്മേ സത്യമൂർത്തെ നീ കനിഞ്ഞു ഭക്തനെ കടാക്ഷിക്ക, നന്നായി ഭജിക്കാൻ ആത്മാർത്ഥമായി സ്തുതിക്കാൻ അമ്മേ അങ്ങ് കടാക്ഷിക്കണമേ. ഭക്തനാകും ആത്മാരാമൻ, ആത്മാവിൽ രമിക്കുന്നവൻ ഭക്തൻ. ആത്മാരാമൻ ആത്മാവിൽ രമിക്കുന്ന ലയിക്കുന്ന ആ ഭക്തനെ ഭക്തിയോടെ കൂടി പ്രാർത്ഥിക്കാൻ അമ്മേ നീ കടാക്ഷിക്കണം, അനുഗ്രഹം തരണമേ. നമ്മൾ അങ്ങനെ പറഞ്ഞെങ്കിലേ നമുക്ക് നന്നായി സ്തുതിക്കാൻ ഈശ്വര കൃപ കിട്ടുള്ളൂ. ഭക്തനാകും ആത്മാരാമൻ നിത്യവും സ്തുതിക്കുവാനായി ഭക്തനാകും ആത്മാരാമൻ നിത്യവും സ്തുതിക്കുവാനായി സത്യമൂർത്തെ നീ കനിഞ്ഞു ഭക്തനെ കടാക്ഷിക്കമ്മ. സത്യമൂർത്തെ നീ കനിഞ്ഞു ഭക്തനെ കടാക്ഷിക്കമ്മ ശ്രീദേവി. അതുപോലെ തന്നെയാണ് പിന്നെ മഞ്ഞിലുള്ള പുണ്യാത്മാക്കൾ. ഈ ഭൂമിയിൽ മഞ്ഞിൽ പുണ്യാത്മാക്കളുണ്ട്, നല്ല യോഗിവരന്മാരായ പുണ്യാത്മാക്കളുണ്ട്. അതെന്താ? നിത്യവും ഭഗവാനെ സ്തുതിക്കുക. അത് കേൾക്കുമ്പോൾ വിണ്ണവരെന്ത് ആകാശ ദേവന്മാർ, മഞ്ഞിലുള്ള പുണ്യാത്മാക്കൾ. നമ്മളൊക്കെ ഭക്തന്മാരാണ്. യോഗിയായിത്തീർന്ന പുണ്യാത്മാക്കൾ എന്താണ് ചെയ്യുന്നത്? മഞ്ഞിലുള്ള പുണ്യാത്മാക്കൾ നിത്യവും ഭജിച്ചിടുന്നു, നിത്യവും അവരിങ്ങനെ സ്തുതിക്കുകയാണ്. വിണ്ണവരും വാഴ്ത്തിടുന്നു. വിണ്ണവരെന്താ? ആകാശത്തെ ദേവന്മാരത് കേട്ടങ്ങളെ സന്തോഷിച്ച് വാഴ്ത്തുന്നു. ആ യോഗിവരൻ്റെ ആ പ്രാർത്ഥന കേൾക്കുമ്പോൾ ആകാശത്തു നിന്ന് ദേവന്മാരിങ്ങനെ വാഴ്ത്തുക, പുകഴ്ത്തുക. വിണ്ണവരും വിണ്ണ് ആകാശം, വിണ്ണവരെന്ന് വെച്ചാൽ ആകാശത്തിലുള്ള ദേവന്മാർ. വിണ്ണവരും വാഴ്ത്തിടുന്നു യോഗി വര്യാർ മുഴുകിടുന്നു. യോഗികളൊക്കെ മുഴുകുവാണ്, ആത്മാവിൽ ലയിക്കുകയാണ്, ആത്മാരാമനായി തീരുകയാണ്. നമ്മളും അങ്ങനെ ഭക്തിപൂർവ്വം ആത്മാവിൽ രമിക്കണം എന്നാണ്. പങ്കജാക്ഷി വാണിമാതേ അമ്മ. പങ്കജത്തിൻ്റെ പിന്നെ കണ്ണ് താമരക്കണ്ണ് പോലിരിക്കുന്ന അമ്മ ദേവിയുടെ കണ്ണുകളുടെ ഭംഗി. പങ്കജം താമര, അക്ഷി കണ്ണ്. പങ്കജാക്ഷി വാണി മാതേ. അപ്പം ഈ വാക്കുകളെല്ലാം അമ്മയാണ് ഈ നമ്മൾക്ക് എന്ത് തരുന്നത്? വിദ്യ. വാക്കുകളെല്ലാം അക്ഷരങ്ങളാണല്ലോ. അത് അമ്മയുടെ ശക്തി, അമ്മയുടെ സ്നേഹം. അമ്മയെ ഭജിക്കുമ്പോൾ നന്നായി നമുക്കതൊക്കെ ചൊല്ലാനുള്ള ഒരു കഴിവ് ദൈവം തരും, അമ്മ തരും. എല്ലാം ഈശ്വരൻ ഏകനാണ്. അമ്മയായാലും അച്ഛനായാലും ഇതെല്ലാം ചേരുന്നതാണല്ലോ. അങ്ങനെയുള്ളൊരു ഭജനയാണ് അത്. നമ്മൾ നിൻ പെരുമൈ ഭക്തിയോടെ ആ അമ്മയെ, നിൻ പെരുമൈ ആ വലിയ അതാ പെരുത്ത അമ്മ, ലോകമാതാവായ അത്രമാത്രം മഹിമയുള്ള ലോകത്തിലെ ആദി പരാശക്തിയാക്കുന്ന അമ്മയെ, നിൻ പെരുമൈ അത്ര വലിയവളായ അമ്മയെ എന്താ നിൻ പെരുമൈ ഭക്തിയോടെ നിത്യവും ഭജിച്ചിടുന്നു. ഭക്തിയോടെ ഭജിക്കണം, അപ്പോഴാണ് ദൈവകൃപ വരുന്നത്. അതൊക്കെ എപ്പോഴാ ഈ പ്രായമൊക്കെ കഴിഞ്ഞു പോയി. ഇതൊക്കെ പണ്ട് നമ്മൾ അത്രത്തോളം കൃപയോടുകൂടി പ്രാർത്ഥിച്ചെങ്കിൽ, അത്രത്തോളം ഭഗവാന്റെ കൃപ ഇങ്ങോട്ട് വരണമെങ്കിൽ അത്രത്തോളം ഭക്തിയും പ്രേമവും ഒക്കെ ഇതിൽ വേണം. അങ്ങനെ ഒരു പ്രാർത്ഥന, അങ്ങനെ നമ്മളെല്ലാം അങ്ങനെ ആകണം. ഇത് നമ്മുടെ വീട്ടിലെ ഓരോ ഗൃഹത്തിലുള്ള എല്ലാ മക്കളും കുട്ടികളും എല്ലാവരും ഇത് അങ്ങനെ ഈശ്വരനെ അറിയുമ്പോൾ നമുക്ക് ഈശ്വരകൃപ എപ്പോഴും നമ്മൾ വഴിഞ്ഞൊഴുകും. അങ്ങനെയുള്ള പ്രാർത്ഥനയാണ് മക്കളെ. ഇത് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരിക്കുന്നു. എല്ലാവരും ഇങ്ങനെ ആകണം. ഇനി നമുക്ക് എന്താ അടുത്തൊരു നാമം കൂടെ ചൊല്ലാം. ഇനി ഞാൻ പണ്ട് വെച്ചാൽ കുറേ നാൾ ആദ്യമൊക്കെ എഴുതിയ നാമങ്ങളാണ് ഇതൊക്കെ. അന്നൊക്കെ ഞാനിങ്ങനെ വിശാലമായിട്ടുടൻ ചൊല്ലും.
ഭഗവാന്റെ കണ്ണൻ്റെ ഒരു നാമമാണ്. ഗോപസ്ത്രീകളുമായി ഭഗവാൻ ഒത്ത് നടക്കുക, കണ്ണൻ പശുക്കളെ മേയ്ക്കുക, വൃന്ദാവനത്തിൽ എന്തെല്ലാം രീതിയിലാണ് അവിടെ ഗോപസ്ത്രീകളുടെ മനസ്സിനെ കവർന്ന് ആ മനസ്സ് നമ്മളെല്ലാം ഗോപസ്ത്രീകളാണ്. നമ്മളെ മനസ്സിനെ മോഷ്ടിക്കും കണ്ണൻ. അത് ചോരനാ, കള്ളനാ. നമ്മളെ അത്രത്തോളം ആകർഷിച്ചെടുക്കുന്ന ഭഗവാൻ നമ്മുടെ മനസ്സിനെ. നമുക്ക് അതുകൊണ്ട് എപ്പോഴും ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കണം എന്നുള്ള തോന്നൽ എന്താ ഉണ്ടാവുന്നേ? ഭഗവാൻ നമ്മളിലേക്ക് ആകർഷിക്കുന്നതുകൊണ്ടാണ്. അങ്ങനൊരു നാമമാണ്. വൃന്ദാവനത്തിൽ ഗോപകുമാരന്മാരായിട്ട് കളിക്കും ഭഗവാൻ. ഗോപന്മാർക്കുള്ള എന്ത് ഇഷ്ടമാണ്, ആ ഇഷ്ടം എല്ലാം സാധിച്ചു കൊടുപ്പവൻ. എന്നാൽ ദുഷ്ടക്കൂട്ടരെയൊക്കെ എന്ത് ചെയ്യും? മുടിപ്പിക്കുകയും ചെയ്യും. ഈ ഘോരമായിരിക്കുന്ന അഘാസുരനെ പോലുള്ള കംസനെ പോലുള്ള ദുഷ്ടന്മാരെ എല്ലാം ഒടുക്കും. ഗോപികൾക്കാണെങ്കിലോ ഇഷ്ടം കൊടുക്കും. നമുക്കൊക്കെ ഒരു ഭക്തനാണെങ്കിൽ അവർക്ക് ഇഷ്ടം, നമ്മുടെ ഇച്ഛ എന്താണ് അതിനെ കൊടുക്കുന്ന ഭഗവാൻ. ആഗ്രഹദാതാവാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് നമ്മുടെ ശത്രുക്കളെല്ലാം ഭഗവാൻ നോക്കിക്കൊള്ളും. അങ്ങനെ അവരെല്ലാം ഓടിക്കും. നമുക്ക് ഒരു ദുഃഖവും ദുരിതങ്ങളും ഉണ്ടാകത്തില്ല. നമ്മളെ കാത്തുകൊള്ളാൻ നമ്മുടെ കണ്ണൻ മാത്രം മതി, വേറെ ആരും വേണ്ട. ഇവിടെ സ്വന്തക്കാരും ഉടയവരൊന്നും വേണ്ട. അവരൊക്കെ കാണത്തില്ല സമയത്തിന്. ആരാ കാണുന്നേ? ഭഗവാൻ പരമാത്മാവല്ലാതെ വേറെ ആരും നമുക്ക് ഉടയവരായിട്ടില്ല. അതുകൊണ്ട് ഒരു രസമായൊരു നാമമാണ് കണ്ണൻ. ഇങ്ങനെ കാലുകളെ മേയ്ക്കുക. ഒരു ഇമ്പം പെട്ടൊരു പാട്ടായിട്ടാണ് ഞാൻ എഴുതിയേക്കുന്നത്. ഒരു സുന്ദരമായ ഒരു പ്രത്യേക ഒരു അനുഭൂതി. ഭഗവാൻ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ഞാൻ അതിനകത്ത് ഒത്തിരി എന്തെങ്കിലും കടത്തി വിട്ടുവെന്ന് ചിന്തിച്ചു വേണം. അത് കന്നുകാലികളൊക്കെ മേയ്ക്കാനും ഒക്കെ ഹോയ് ഹോയ് എന്നൊക്കെ പറയത്തില്ലയോ? അത് ഭഗവാൻ അങ്ങനെ ചെയ്തോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ സങ്കല്പം അങ്ങനെയൊക്കെയാണ്. കാലികളെ മേയ്ക്കും കണ്ണൻ, ഗോപസ്ത്രീകളുടെ മാനസചോരൻ. കാലികളെ മേയ്ക്കും കണ്ണൻ, ഗോപസ്ത്രീകളുടെ മാനസചോരൻ. വൃന്ദാവനത്തിലെ നന്ദകുമാരൻ, വൃന്ദാവനത്തിലെ നന്ദകുമാരൻ. കാളിയമർദ്ദനൻ കംസാന്തകൻ, കാളിയമർദ്ദനൻ കംസാന്തകൻ. കാലികളെ കാലികളെ ഹോയ് ഹോയ് കാലികളെ മേയ്ക്കും കണ്ണൻ, ഗോപസ്ത്രീകളുടെ മാനസചോരൻ. കാലികളെ മേയ്ക്കും കണ്ണൻ, ഗോപസ്ത്രീകളുടെ മാനസചോരൻ. വൃന്ദാവനത്തിലെ ഗോപകുമാരൻ, വൃന്ദാവനത്തിലെ ഗോപകുമാരൻ. ഗോപികൾക്ക് ഇഷ്ടം കൊടുപ്പവൻ, ദുഷ്ടക്കൂട്ടരെയൊക്കെ മൂടിപ്പവൻ. വൃന്ദാവനത്തിലെ ഗോപകുമാരൻ, ഗോപികൾക്ക് ഇഷ്ടം കൊടുപ്പവൻ, ദുഷ്ടക്കൂട്ടരെയൊക്കെ മൂടിപ്പവൻ. കാലികളെ കാലികളെ ഹോയ് ഹോയ് കാലികളെ മേയ്ക്കും കണ്ണൻ, ഗോപസ്ത്രീകളുടെ മാനസചോരൻ. കാലികളെ മേയ്ക്കും കണ്ണൻ, ഗോപസ്ത്രീകളുടെ മാനസചോരൻ. ബാലസ്ത്രീകളുടെ തുകിലും വാരിക്കൊണ്ടരയാലിൻ കൊമ്പത്തിരുന്നവൻ. എങ്ങനെ ബാലസ്ത്രീകളുടെ തുകിലും വാരിക്കൊണ്ടരയാലിൻ കൊമ്പത്തിരുന്നവൻ. എന്നിട്ടോ ശീലക്കേടുകൾ പറഞ്ഞും ഭാഷിച്ചും മല്ലാക്ഷിമാരുമായി നിന്നവൻ. ശീലക്കേടുകൾ പറഞ്ഞും ഭാഷിച്ചും മല്ലാക്ഷിമാരുമായി നിന്നവൻ. ബാലസ്ത്രീകളുടെ തുകിലും വാരിക്കൊണ്ടരയാലിൻ കൊമ്പത്തിരുന്നവൻ. ശീലക്കേടുകൾ പറഞ്ഞും ഭാഷിച്ചും മല്ലാക്ഷിമാരുമായി നിന്നവൻ. കാലികളെ കാലികളെ ഹോയ് ഹോയ് കാലികളെ മേയ്ക്കും കണ്ണൻ, ഗോപസ്ത്രീകളുടെ മാനസചോരൻ. കാലികളെ മേയ്ക്കും കണ്ണൻ, ഗോപസ്ത്രീകളുടെ മാനസചോരൻ. കണ്ണൻ നമ്മുടെ എല്ലാം മനസ്സിനെ കവരുന്ന കണ്ണനാ. ചോരൻ എന്ന് പറഞ്ഞാൽ കള്ളനാണ്, നമ്മുടെ മനസ്സിൻ്റെ കള്ളൻ. നമ്മുടെയൊക്കെ മനസ്സിനെ ഭഗവാൻ അങ്ങോട്ട് കവർന്നെടുക്കും. എന്താണ്, നമ്മൾ ഭഗവാനിൽ നിന്ന് മാറിപ്പോകാതെ ഒട്ടിയിരിക്കും. ബാലസ്ത്രീകൾ കുളിക്കാൻ ചെന്നപ്പോൾ അവിടെ
കരയ്ക്ക് വസ്ത്രങ്ങളെല്ലാം മാറ്റിച്ചിട്ട് നദിയിലെങ്ങനെ ഇറങ്ങി ശുദ്ധമായ ദേവിയല്ലയോ ഈ നദി. അവർ വസ്ത്രമില്ലാതെ കുളിച്ചപ്പോൾ അത് ദോഷമല്ലേ. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്ത് കരയ്ക്കിരുന്ന വസ്ത്രങ്ങളെല്ലാം പറക്കിക്കൊണ്ട് ഭഗവാൻ ആലിൻ്റെ മുകളിലേക്ക് അങ്ങ് കയറി. തുകിലെന്ന് വെച്ചാൽ വസ്ത്രങ്ങൾ. അരയാലിൻ്റെ കൊമ്പത്ത് നിന്നിട്ട് ഈ കുട്ടികൾ കണ്ണാ താ വസ്ത്രങ്ങൾ തരൂ തരൂ എന്നൊക്കെ പറ. അപ്പം ഇതിൻ്റെ പാപം തീർക്കാൻ എന്താ പറയുക, നിങ്ങൾ തൊഴുതും കൊണ്ട് വരൂ. അപ്പോൾ ഒരു കൈ കൊണ്ട് തൊഴുത് ഒരു കണ്ട് നാണം മറച്ചുമൊക്കെ ചെല്ലും. അപ്പോൾ അവിടെ നിന്ന് തങ്ങളെ അങ്ങോട്ട് ശീലക്കേടുകൾ പറഞ്ഞും ഭാഷിച്ച് എന്തൊക്കെയാണ് അവർ പറയുക. കണ്ണനോട് ചോദിക്കുന്നത്, കണ്ണൻ ഞാൻ ഉത്തരം പറയുന്നത് ഇങ്ങനെ നിങ്ങൾ അതൊക്കെ ഇങ്ങനെ എന്തിനാ ഇങ്ങനെ ഒന്ന് കുളിച്ചത്, അതിൻ്റെ പാപം മാറാനൊക്കെ ആണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഭഗവാൻ പറയും നിങ്ങൾ അതിൻ്റെ പാപം തീർക്കാൻ നിങ്ങൾ അങ്ങനെ തന്നെ കയറി വരൂ, അപ്പോൾ നിങ്ങൾക്കുള്ള വസ്ത്രങ്ങൾ നിങ്ങൾക്ക് തരാം. ഇതൊക്കെ പറയാൻ ശീലക്കേടുകൾ ഇങ്ങനെയുള്ളതൊക്കെ അവർ കുട്ടിയല്ലേ എന്നുവെച്ചാൽ ഭഗവാൻ നല്ല അറിവുള്ളതല്ലേ, സർവജ്ഞനല്ലയോ. അപ്പം ആ ഗോപസ്ത്രീയുടെ അജ്ഞാനം മാറാനായാലും എല്ലാം കൊണ്ടും അവരുടെ ദോഷങ്ങൾ മാറാനും ഭഗവാൻ അങ്ങനെ ചെയ്തതാണ്. അതാണ് ശീലക്കേടുകൾ പറഞ്ഞും ഭാഷിച്ചും തങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യോത്തരങ്ങൾ കണ്ണാ ഞങ്ങൾ അവിടെ ചെന്ന് പറയും അതാ ഇതാന്നൊക്കെ അവർ പറയുന്നാലും ഭഗവാൻ കൊടുക്കത്തില്ല. അവസാനം ഒരു കൈ കൊണ്ട് തൊഴുതാൽ അത് എന്താ കുഴപ്പങ്ങളൊക്കെയാന്ന് പറയാൻ 2 കൈ കൊണ്ട് തൊഴുവാൻ പറയും. ഇങ്ങനെയൊക്കെ എന്തായാലും എന്തായാലും ഉള്ള അവസാനം ഇതൊക്കെ വസ്ത്രങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ ഒരു നാമമാണ്. പക്ഷെ അതിനകത്ത് ഇത്തിരി ഇതൊക്കെ ഒന്ന് ഘടിപ്പിച്ചിട്ടുള്ളത് ഹോയ് ഹോയ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഇമ്പത്തിന് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. അത് നന്നായി ഒത്തിരി പേരോടൊക്കെ ഇരുന്ന് പാടുമ്പോൾ നല്ല ഇതാ. നമുക്ക് ഭക്തന്മാർ കുറച്ചുണ്ടായിരുന്നു, നമുക്ക് എല്ലാവരും ചേർന്നൊക്കെ പാടാം. ഞാനിപ്പോൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, എനിക്കങ്ങനെ ആരും കൂട്ടില്ലല്ലോ ചൊല്ലാൻ. അതുകൊണ്ട് ഭക്തമക്കളെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്ന് നന്നായി ആസ്വദിച്ച് പാടുക. ഭഗവാൻ അത്ര സ്നേഹമാണ്, എല്ലാ ഭക്തന്മാരോടും സ്നേഹമാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞേ ഈശ്വരന് മറ്റാരും ഉള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. ഇത്രയും 3 നാമമേ എന്ന് ചൊല്ലാനത്തുള്ളൂ. ഭജനയല്ലേ, നമ്മൾ കൂടുതൽ ചെല്ലുമ്പോൾ കൂടുതൽ സമയം എടുക്കും. ഇപ്പോൾ ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി. കാലികളെ എന്ന് വെച്ചാൽ പശുക്കളെ മേയ്ക്കുന്ന ഭഗവാൻ. അങ്ങനെ പോകുമ്പം ഗോപസ്ത്രീകളെയൊക്കെ ഭഗവാൻ കുഞ്ഞുനാളിലേ തന്നെ എല്ലാവരെയും ഭഗവാൻ ആകർഷിച്ചില്ലേ, എല്ലാ വീടുകളിലും ചെന്ന് അവരെയൊക്കെ കൈക്കലാക്കിയില്ലേ അവരുടെ മനസ്സിനെ. അതുകൊണ്ടല്ലേ അത്രത്തോളം ഭക്തി അവർക്ക് വർദ്ധിച്ചത്. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.